ഇന്നത്തെ വിപണി എങ്ങനെയാണ്, അതുപോലെ ഇന്നത്തെ നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഇന്ന് സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മളോടൊപ്പം ഇൻ ഹൗസ് എക്സ്പേർട്ട് ആയിട്ടുള്ള ശ്രീ പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അനില, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ആദ്യമായി തന്നെ യു എസ് വിപണിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ യു എസ് വിപണിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു റെക്കോർഡ് ഹൈയിലേക്ക് ഏകദേശം ഒരു 1% കുറവ് നിലനിർത്തിക്കൊണ്ടാണ് സൂചികളെല്ലാം തന്നെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡൗ ജോൺസ് 37,000 എന്നൊരു റേഞ്ചിൽ തന്നെ ശക്തമായിട്ട് ആ ഒരു റേഞ്ച് നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ നാസ്ഡാക്കും ഏകദേശം സമാനമായിട്ട് 15,000 എന്നൊരു റേഞ്ച് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ സൂചികളെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഇനിയും ഒരു റെക്കോർഡ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ തക്ക പൊട്ടൻഷ്യൽ സാർ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യാപാര സെഷൻസ് ആണോ നമ്മൾ ഈ വരുന്ന ആഴ്ചകളിൽ ഇനി പ്രതീക്ഷിക്കേണ്ടത്? അനില, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡൗ ജോൺസ് ഇൻഡെക്സിലും നാസ്ഡാക്കിലും ഒക്കെ നമ്മൾ ഒരു ചെറിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. അതിനെ തുടർന്ന് നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് യെസ്റ്റർഡേ ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് വളരെ പോസിറ്റീവായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ടത് 37,670 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം. മൈ എക്സ്പെക്ടേഷൻ ഇന്ന് ഡൗ ജോൺസ് ഇൻഡെക്സ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 2 മേജർ ടാർഗറ്റ്സ് ഡൗ ജോൺസ് ഇൻഡെക്സിലുള്ളത്. ആദ്യത്തെ 38,000 പോയിന്റിലും അതിനെ തുടർന്ന് 38,200 പോയിന്റിലും. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഈ ഡൗ ജോൺസ് ഇൻഡെക്സ് ഈ 2 ലെവലിലോട്ട് എത്തിച്ചേരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ എടുക്കുമ്പോഴേക്ക് അഗെയിൻ നാസ്ഡാക്ക് ഇൻഡെക്സ് ഇന്നലെ പുതിയൊരു റെക്കോർഡ് ഹൈയിലായിരുന്നു ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് നല്ല നേട്ടം ഇനി എക്സ്പെക്ട് ചെയ്യാം. 2 മേജർ ടാർഗറ്റ്സിന്റെ മുന്നിലുള്ള ആദ്യത്തെ 17,100, അതിനെ തുടർന്ന് 17,300 പോയിന്റിലാണ് ഞാൻ റെസിസ്റ്റൻസ് കാണുന്നത്. സർ, കമ്മോഡിറ്റി വിപണിയിലേക്ക് വരുമ്പോൾ ക്രൂഡിൽ ഇന്നലെ ഒരു നോക്കുകയാണെങ്കിൽ ഒരു 3% വരെ ഈ മാസത്തെ മികച്ചൊരു നേട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും നേരിയ തോതിലൊരു ഇടിവാണ് ഇപ്പോൾ നമുക്ക് ക്രൂഡിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ബ്രെന്റ് ക്രൂഡിലേക്ക് വരുമ്പോൾ 0.16% വളരെ നേരിയൊരു ഇടിവിൽ ബാരലിന് $80.72 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. WT ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ 0.28% നേരിയ ഇടിവ് രേഖപ്പെടുത്തി $75.36 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ ലോങ് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ അനില, കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മൾ ക്രൂഡിന്റെ കേസിൽ വലിയൊരു കനത്ത സെല്ലിംഗ്, ഒരു സ്ട്രോങ് പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ആയിരുന്നു നമ്മൾ കണ്ടത്. ബട്ട് കഴിഞ്ഞ ഒരു 5-8 സെഷൻസിലായിട്ട് നമുക്ക് ഒരു നല്ല റിക്കവറി കാണാൻ സാധിച്ചിരുന്നു. ഇന്നലെ ക്രൂഡ് ഫൈനലി ഇറ്റ് ഹസ് ക്ലോസ്ഡ് ഓൺ എ വെരി സ്ട്രോങ് നോട്ട്. ആ ഒരു സ്ട്രോങ് നോട്ടിൽ ക്ലോസ് ചെയ്തതിനെ തുടർന്ന് ക്രൂഡിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ബിക്കം ബുള്ളിഷ്. സോ ക്രൂഡിന്റെ കേസിൽ ഇനി നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. ക്രൂഡിന്റെ കേസിൽ ഇമീഡിയറ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ കാണുന്ന 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തത് $77, രണ്ടാമത്തെ റെസിസ്റ്റൻസ് $80. ഈ ക്രൂഡിന്റെ കേസിൽ ഇത്രത്തോളം ഇന്നലെ സ്ട്രെങ്ത് കാണിച്ചതിനെ തുടർന്ന് ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്, ടയർ മാനുഫാക്ചറിംഗ് കമ്പനീസ്, പെയിന്റ് മാനുഫാക്ചറിംഗ് കമ്പനീസ്, ഈ 3 മേഖലയില് പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കരുത്. ഓൾറെഡി നമ്മുടെ കൈവശം ലോങ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻസ് പ്രോആക്റ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. സർ, ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിൽ ഇന്നും ഇപ്പോൾ ഒരു പോസിറ്റീവ് മൊമെന്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 0.3% നേട്ടത്തിൽ 2075.95 എന്നൊരു റേഞ്ചിലാണ് ഗോൾഡിൽ ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ ഗോൾഡിൽ വലിയൊരു മുന്നേറ്റം ഇന്നലെ ആഭ്യന്തര വിപണിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സോ നമ്മൾ സ്വർണത്തിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ സ്വർണവും ഇന്നലെ വളരെ പോസിറ്റീവ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. സ്വർണത്തിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് $2,080 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് $2,084 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കാം. $2,084 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്വർണത്തിന്റെ കേസിൽ വീണ്ടും ആ ലെവലിൽ നിന്നും ഒരു $40 നേട്ടം എക്സ്പെക്ട് ചെയ്യാം.
അറ്റ് ദ സെയിം ടൈം നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $2,055 സപ്പോർട്ട് നമ്മൾ വാച്ച് ചെയ്തിരിക്കുക. സർ അടുത്തതായിട്ട് നമ്മുടെ ഡോളറിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഡോളറിൽ ഏകദേശം 5 മാസത്തെ താഴ്ചയ്ക്ക് അടുത്ത് നിന്നുകൊണ്ടാണ് വ്യാപാരം ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴും നോക്കിയാൽ 101 എന്നൊരു റേഞ്ചിലാണ് ഡോളർ ഇൻഡെക്സിൽ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഡോളർ ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ട് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഒരു നിക്ഷേപകൻ ഈ ഒരു ഇൻഡെക്സിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഡോളർ ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഡോളർ ഇൻഡെക്സ് തുടർച്ചയായിട്ട് സെല്ലിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഔട്ട്ലുക്ക് ഫോർ US ഡോളർ വെരി വെരി വീക്ക്, വെരി വെരി ബെയറിഷ്. അടുത്ത മേജർ ഒരു സപ്പോർട്ട് ഡോളർ ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത് 101 പോയിന്റിലാണ് കാണാൻ സാധിക്കുന്നത്. സർ ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ആഭ്യന്തര വിപണിയിൽ ഇന്നലെ നല്ലൊരു, അതായത് ഒരു ഫ്ലാറ്റായിട്ട് ആരംഭിച്ച വിപണി പിന്നീട് ഒരു നേരിയ നേട്ടത്തിലേക്ക് എത്തി അവസാനം വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 0.43% നേട്ടത്തോടു കൂടി 21,441.35 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻട്രാഡേ ഹൈസ് ആൻഡ് ലോസ് നോക്കുകയാണെങ്കിലും ഇൻട്രാഡേ ഹൈ ആയി രേഖപ്പെടുത്തി 21,477.15 എന്ന റേഞ്ചും ലോ ആയി രേഖപ്പെടുത്തി 21,329.45 എന്നൊരു റേഞ്ചുമാണ്. പ്രത്യേകിച്ചും പറഞ്ഞാൽ ബുധനാഴ്ച ഉണ്ടായ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്നുണ്ടായ ഇടിവുകളെല്ലാം തന്നെ അതിനുശേഷം നടന്ന ട്രേഡിംഗ് സെഷൻസിലെല്ലാം റിക്കവർ ചെയ്യാനായിട്ട് വിപണിക്ക് സാധിച്ചിട്ട് ഏകദേശം ഒരു 300 പോയിന്റ്സിനോളം മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഒരു വിപണിയിൽ സർ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വീണ്ടും ഒരു റെക്കോർഡ് ഹൈയിലേക്ക് പോകാനൊരു സാധ്യത കാണുന്നുണ്ടോ? അല്ല, ഏത് ഇതിനെ കുറിച്ചാ ചോദിച്ചത്? എനിക്ക് വ്യക്തമായില്ല. സർ നിഫ്റ്റിയെ സംബന്ധിച്ചാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നിഫ്റ്റി 50യുടെ ഔട്ട്ലുക്ക് കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ആൻഡ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ ആഴ്ച തന്നെ നിഫ്റ്റി 50 പുതിയൊരു ഓൾ ടൈം ഹൈലോട്ട് എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം പൂർണ്ണമായിട്ടും ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക, ലോങ് പൊസിഷൻസ് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. സർ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് കൂടി സാറിന്റെ ഒരു വ്യൂ അറിയാൻ ആഗ്രഹിക്കുകയാണ്. നിഫ്റ്റി ബാങ്കും ഏകദേശം നിഫ്റ്റിയുടെ അതേ സമാനമായിട്ടൊരു ഇതിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 0.49% നേട്ടത്തിൽ 47,724.85 എന്ന റേഞ്ചിൽ 233 പോയിന്റ്സിന്റെ ഒരു നേട്ടമാണ് ഇന്നലെ നിഫ്റ്റി ബാങ്കിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഇൻട്രാഡേ ഹൈ ആൻഡ് ലോ നോക്കുകയാണെങ്കിലും 47,838.45 എന്നൊരു റേഞ്ചാണ് ഇൻട്രാഡേ ഹൈ ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻട്രാഡേ ലോ ആയി രേഖപ്പെടുത്തി 47,411.65 എന്നൊരു റേഞ്ചും 47,000 എന്നൊരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നിഫ്റ്റി ബാങ്ക് ഇന്നലെ വ്യാപാരം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ഐ എം എക്സ്പെക്ടിങ് പോസിറ്റീവ്നെസ്. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ അടുത്ത 3 സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് റെസിസ്റ്റൻസ് ലെവൽ 48,200 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 46,900 പോയിന്റ്. ആൻഡ് നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഏറ്റവും മുഖ്യമായിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു മേജർ ബാങ്കിങ് സ്റ്റോക്ക് ICICI ബാങ്ക്. ICICI ബാങ്കിന്റെ കേസിൽ വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് സ്റ്റോക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഓൾസോ ICICI ബാങ്ക് നല്ല ബുള്ളിഷ് സെറ്റപ്പ്. ആൻഡ് ഈ 2 സ്റ്റോക്സിന്റെ ഇടയിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ ICICI ബാങ്ക് ഓഫേഴ്സ് ദ ബെസ്റ്റ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ. സർ സൂചികകളിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക ഇന്നലെ നല്ലൊരു മുന്നേറ്റമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും 1.51% നേട്ടത്തിൽ 9,427.05 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസിന്റെ ഔട്ട്ലുക്ക് കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ഇൻഫാക്ട് ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ
നമുക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം മുതലായ മേജർ ഓയിൽ മാർക്കറ്റിംഗ് സ്റ്റോക്സിലൊക്കെ പുതിയ ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ഇന്നലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സ് ഓൾമോസ്റ്റ് ഒരു 140 പോയിന്റ്, അതായത് 1.5% നേട്ടത്തോടെയായിരുന്നു ക്ലോസിംഗ് അവസാനിപ്പിച്ചത്. എങ്കിലും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇന്നലെ നമ്മൾ ഒരു റിക്കവറി ആയിരുന്നു കണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദ ഷോർട്ട് ടേം ട്രെൻഡ് ഫോർ ക്രൂഡ് ഓയിൽ ഇസ് ബിക്കമിങ് ബുള്ളിഷ്. സോ അതിനെ തുടർന്ന് നമുക്ക് അടുത്ത 3-4 സെഷൻസിനിടെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിൽ സെല്ലിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 9,100 പോയിന്റ്സ് ആയിരിക്കണം. 9,100 പോയിന്റ്സിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഷോർട്ട് ടേം ട്രെൻഡ് ക്യാൻ ബിക്കം ബെയറിഷ്. സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ IOC അതുപോലെ തന്നെ BPCLനൊക്കെ നല്ലൊരു മുന്നേറ്റമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ തന്നെയും BPCLനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നലെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1.12% നേട്ടത്തിൽ 451.65 എന്നൊരു റേഞ്ചിലായിരുന്നു. നമ്മളുടെ ഒരു 52 വീക്ക് ഹൈയിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിസംബർ 6-നായിരുന്നു ഒരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു 482.5 എന്നൊരു റേഞ്ചിൽ. BPCLുമായി ബന്ധപ്പെട്ടിട്ട് സാറിന്റെ വ്യൂ എന്താണ്? ഒരു നിക്ഷേപകൻ ഈ ഒരു ഓഹരിയിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? BPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, IOC ഇതിന്റെ ഒക്കെ നമ്മൾ ട്രെൻഡ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നു. ആൻഡ് കഴിഞ്ഞ ഒരു 10 സെഷൻസ് ആയിട്ട് നമുക്ക് ഭാരത് പെട്രോളിയത്തിൽ ഒരു കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദിസ് മൊമെന്റ് ഭാരത് പെട്രോളിയത്തിൽ ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. ഭാരത് പെട്രോളിയത്തിന്റെ മേജർ ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 460 രൂപയിലാണ്. 460ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 480, 485 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. എങ്കിൽ പോലും ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഇത്രയും റിക്കവറി കാണുന്നതിനെ തുടർന്ന് മൈ അഡ്വൈസ് വുഡ് ബി പുതിയ ലോങ് പൊസിഷൻസ് ഭാരത് പെട്രോളിയത്തിൽ എടുക്കാതിരിക്കുക. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 430 രൂപയുടെ സപ്പോർട്ട് വാച്ച് ചെയ്യുക. അടുത്തതായിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിലെ തന്നെ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഓഹരി 0.97% നേട്ടത്തിൽ 412 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2023 മെയ് 9-നായിരുന്നു ഒരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത്. 515.7 എന്നൊരു റേഞ്ച് ആയിരുന്നു അന്ന് സൃഷ്ടിച്ചിട്ടുണ്ടായ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അതിന് ശേഷം കാര്യമായിട്ടൊരു മുന്നേറ്റം അല്ലെങ്കിൽ ആ റേഞ്ചിലേക്ക് എത്താനായിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? സോ അൺഫോർച്ചുനേറ്റ്ലി IGLന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് കാണുന്നത്. ആൻഡ് ഒക്ടോബർ മാസത്തിൽ 492 രൂപ എത്തിയതിനു ശേഷം കനത്തൊരു സെല്ലിംഗ് ആയിരുന്നു കണ്ടത്. അതിനുശേഷം കഴിഞ്ഞ 2 ആഴ്ചക്കിടെ വി ആർ സീയിങ് എ സ്മോൾ റിക്കവറി ആൻഡ് ഒരു ചെറിയൊരു ബുള്ളിഷ് സെറ്റപ്പും ഫോം ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഐ തിങ്ക് ദ റിസ്ക് ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓൺ ദ ഹയർ സൈഡ്. നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിംഗ് ഒരു സ്പെക്കുലേറ്റീവ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 416 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ടിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 390. സർ പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് നോട്ടിൽ 0.1% മാത്രം നേട്ടം രേഖപ്പെടുത്തി 48.75 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇൻട്രാഡേ ഹൈ ആൻഡ് ലോ നോക്കുകയാണെങ്കിൽ 48, 49 എന്നൊരു റേഞ്ചിൽ തന്നെയായിരുന്നു. വളരെ ഫ്ലാറ്റ് നോട്ടിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചതെന്നും കാണാം. ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സെൻട്രൽ ബാങ്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊരു പുതിയ ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 50 രൂപ 25 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ബിക്കം ബുള്ളിഷ്. നൗ അനിൽ സെൻട്രൽ ബാങ്കിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന മറ്റൊരു PSU ബാങ്ക് ഇസ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്.
പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 45 റുപ്പീസ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. എഗെയിൻ അതിന്റെ കേസിലും റെസിസ്റ്റൻസ് 45 രൂപയിലാണ് കാണുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് വേറൊരു PSU ബാങ്ക് ശ്രദ്ധിച്ചിരിക്കാവുന്നത് ഇറ്റ് ഈസ് യൂക്കോ ബാങ്ക്. യൂക്കോ ബാങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ഇസ് 41 റുപ്പീസ്. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സർ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബുള്ളിഷ് ട്രെൻഡാണ് ഇപ്പോൾ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഒരു ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 3.31% നേട്ടം കൈവരിക്കുകയും ഒരു പുതിയ 53 ഹൈ റേഞ്ച് ആയിട്ടുള്ള 128.5 എന്നൊരു റേഞ്ച് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓഹരിയിൽ ഇന്ന് വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ പുതിയൊരു ലോങ് പൊസിഷൻ IOCയിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് 2 മേജർ റെസിസ്റ്റൻസസ് ശ്രദ്ധിച്ചിരിക്കാവുന്നത് 132 അതിനെ തുടർന്ന് 135 രൂപയിലും ആൻഡ് ഫൈനലി 137. ആൻഡ് ഓൾസോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 122 രൂപയുടെ സപ്പോർട്ട് ലെവൽ ശ്രദ്ധിച്ചിരിക്കുക. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ റിവ്യൂ ആണ്. ഓഹരി ഇന്നലെ വീണ്ടും ഒരു സർവകാല ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 184.5 എന്നൊരു റേഞ്ച് റെക്കോർഡ് ചെയ്യാൻ ബെല്ലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും തുടർച്ചയായിട്ട് ലഭിക്കുന്ന ഓർഡറുകളുടെ ഒരു പിൻബലത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നത്. ബെല്ലുമായി ബന്ധപ്പെട്ട് സാറിന്റെ റിവ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. ബെല്ലിന്റെ കേസിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന പെട്രോനെറ്റ് LNGയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഇന്നലെ ഓഹരി 0.77% നേട്ടത്തിൽ 215.85 എന്നൊരു റേഞ്ച് ആയിരുന്നു റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻട്രാഡേ ഹൈയിലേക്ക് നോക്കുമ്പോൾ 217.4 എന്നൊരു റേഞ്ചും ഇൻട്രാഡേ ലോയിലേക്ക് നോക്കുമ്പോൾ 214.7 എന്നൊരു റേഞ്ചുമാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഒരു 53 ഹൈ ആണെങ്കിൽ സെപ്റ്റംബർ 11 ഒരു 53 ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ഓഹരിക്ക് സാധിച്ചിട്ടാണ് 254.4 എന്നൊരു നിലവാരം. ഈ ഒരു പെട്രോനെറ്റ് LNGയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ എന്താണ്? പ്രധാനമായിട്ടും ഈ ഓഹരിയിൽ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ അനില, നമ്മൾ നേരത്തെ IGLനെ കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ പെട്രോനെറ്റ് LNGയും സെപ്റ്റംബർ മാസത്തിൽ ആ 254 ലെവൽ എത്തിയതിനു ശേഷം കനത്ത സെല്ലിംഗ് ആയിരുന്നു നേരിട്ടത്. അതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ഹസ് ബിക്കം ബെയറിഷ്. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ പെട്രോനെറ്റിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി. മേജർ റെസിസ്റ്റൻസ് 225 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബോറോസിൽ റിന്യൂവബിൾസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ബോറോസിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.51% ഇടിവിൽ 423.55 എന്നൊരു റേഞ്ചിലായിരുന്നു. ഓഹരി ഒരു 53 ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജൂൺ മാസത്തിലായിരുന്നു. ബോറോസിൽ റിന്യൂവബിളുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ വിലയിരുത്തൽ എന്താണ്? So Borosil Renewable is a small cap stock, and ഈ ഒരു സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം 480 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. ഇതൊരു ട്രേഡിംഗ് അല്ലെങ്കിൽ സ്പെക്യുലേഷന് വേണ്ടി സൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റോക്കേ അല്ല ഇത്. സർ, മറ്റൊരു പ്രശ്നം ചോദിച്ചിരിക്കുന്നത് ടോൾ ബ്രോസ് ഓട്ടോമോട്ടീവ് കമ്പോണന്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഇന്നലെ ഓഹരി 0.46% നേട്ടത്തിൽ 305 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇൻട്രാഡേ ഹൈ ആൻഡ് ലോ നോക്കുകയാണെങ്കിലും 314 എന്നൊരു റേഞ്ച് ഇൻട്രാഡേ ഹൈ ആയും ഇൻട്രാഡേ ലോയിലേക്ക് വരുമ്പോൾ 300 എന്നൊരു റേഞ്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടോൾ ബ്രോസ് ഓട്ടോമോട്ടീവുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ വിലയിരുത്തൽ എന്താണ്? സോ ഈ ഒരു സ്റ്റോക്കും ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് അഗെയിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലെ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ ഈ കമ്പനിയുടെ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക.
മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 320 രൂപയിലാണ്. സർ, അടുത്തതായിട്ടൊരു പ്രേക്ഷകൻ ത്രിവേണി ടർബൈൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരി 0.77% നേട്ടത്തിൽ 405 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ത്രിവേണി ടർബൈൻസിനെ എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? So Triveni again is a small cap stock, and Triveni Turbines-ന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ഒരു സൈഡ് വേസ് ട്രെൻഡ് ആയിട്ടാണ് കാണുന്നത്. ഒക്ടോബർ മാസത്തിൽ അറൌണ്ട് 300 രൂപയ്ക്ക് അടുത്തായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടമിംഗ് ഔട്ട് നടന്നത്. ആൻഡ് സ്റ്റോക്കിൽ തിരിച്ചൊരു ശക്തമായിട്ടൊരു ബുള്ളിഷ്നെസ് വരുന്നുവെങ്കിൽ 442 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു സേഫ് ആയിട്ടൊരു നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ പോകുന്നു. സർ, മറ്റൊരു പ്രശ്നം ചോദിച്ചിരിക്കുന്നത് അശോക് ലെയ്ലാൻഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഇന്നലെ ഓഹരി 1.37% നേട്ടത്തിൽ 174.35 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അശോക് ലെയ്ലാൻഡിനെ പറ്റിയുള്ള സാറിന്റെ ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ എന്താണ്? So long term view is a sideways, a short term trend അല്പം ബെയറിഷ്നെസ് കാണിക്കുന്നുണ്ട്. സ്റ്റോക്കിൽ പുതിയതായിട്ട് ഒരു ബൈയിങ് ട്രിഗറും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ സ്റ്റോക്ക് 180 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതേസമയം നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 163 രൂപയുടെ സപ്പോർട്ട് ലെവൽ ശ്രദ്ധിച്ചിരിക്കുക. 163 റുപ്പീസിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. സർ, മറ്റൊരു പ്രശ്നം സ്റ്റെർലിംഗ് ടൂൾസ് ലിമിറ്റഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരി വളരെ ഫ്ലാറ്റ് നോട്ടിൽ 0.15% നേരിയ നേട്ടത്തിൽ 343.5 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരി 50 ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 11 449.75 എന്നൊരു റേഞ്ച് ആയിരുന്നു. ഈ സ്റ്റെർലിംഗ് ടൂൾസുമായി ബന്ധപ്പെട്ടിട്ട് സാറിന്റെ വിലയിരുത്തൽ എന്താണ്? So again, Sterling Tools is a small cap stock. കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഓവറോൾ നിഫ്റ്റി 50 ഒക്കെ വളരെ വാല്യുവേഷൻസ് ഹൈ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരം സ്റ്റോക്സിൽ പുതിയ ലോങ് പൊസിഷൻസ് എസ്പെഷ്യലി ട്രേഡിംഗ് ആൻഡ് സ്പെക്കുലേഷന് വേണ്ടി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. കാര്യം എന്തെന്നാൽ നിഫ്റ്റി 50 അല്ലെങ്കിൽ ഓവറോൾ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത്തരം സ്റ്റോക്കിൽ നിന്നും വിറ്റ് മാറാനായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ മൈ അഡ്വൈസ് വുഡ് ബി സ്റ്റിക്ക് ടു ഫൈനാൻഷ്യലി സ്ട്രോങ് കമ്പനീസ്. വളരെ സ്മോൾ ക്യാപ് സ്റ്റോക്സ് എസ്പെഷ്യലി അതിന്റെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അത്തരം സ്റ്റോക്സ് അവോയ്ഡ് ചെയ്യുക. സർ, മറ്റൊരു പ്രശ്നം IRCTCയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരി 1.06% നേട്ടത്തിൽ 870 എന്നൊരു റേഞ്ചാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. IRCTCയെ പറ്റിയുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ IRCTC ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ച 920 രൂപ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ നമുക്കൊരു ചെറിയ ഇടിവ് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചു. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ഏരിയ 900 റുപ്പീസ്. 900 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ തന്നെ നമുക്കൊരു 4 മുതൽ 6% നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സർ, മറ്റൊരു പ്രശ്നം ചോദിച്ചിരിക്കുന്നത് IREDAയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. IREDA ഇന്നലെ 6.92% ഇടിവിൽ 102.25% എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. IREDAയിൽ ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് നിലവിൽ എന്താണ്? IREDA ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് വെറും 6 സെഷൻസ് ആയിട്ടുള്ളൂ. സോ നമുക്ക് വ്യക്തമായിട്ട് ഒരു ട്രെൻഡ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല ഇതുവരെ. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 97 രൂപയിലെ സപ്പോർട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. 97ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഒരു ബുള്ളിഷ് ട്രിഗറും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. ഒരാഴ്ച സ്റ്റോക്കിൽ ട്രേഡിംഗ് നടക്കട്ടെ, അപ്പോഴേക്ക് ഏതെങ്കിലും ഒരു പാറ്റേൺ എമേർജ് ചെയ്തു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ലോങ് പൊസിഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം.